നമസ്കാരം. നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ടാണ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കേൾക്കാത്തവർക്ക് വേണ്ടി ഷോർട്ടായിട്ട് ഞാൻ പറയാം. നമ്മുടെ തലച്ചോറിൽ ഉള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു സാധനം, നെർവ്സ് ടിഷ്യൂ. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഒരു സൂപ്രാ കയോസ്മിക് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു വസ്തുവുണ്ട്, ഒരു ന്യൂറോണൽ ബണ്ടിലാണ്. അപ്പോൾ ഈ സാധനമാണ് ഒരു ബയോ ക്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ എല്ലാ ഗ്ലാൻസിലും, പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻസിലും അതുപോലെ അവയവങ്ങളിലുമൊക്കെ ഈ പെരിഫറൽ ക്ലോക്കുകളുണ്ട്. ഈ ക്ലോക്കിന് നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ സെൻസ് ചെയ്യാനും, അവിടെ ലൈറ്റ് ഉണ്ടോ, പകലാണോ രാത്രിയാണോ, പ്രഷർ, ടെമ്പറേച്ചർ എല്ലാം അതിന് സെൻസ് ചെയ്യാൻ പറ്റും. കെമിക്കൽ എല്ലാം സെൻസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കണ്ണോ ചെവിയോ മൂക്കോ ഒന്നും വേണ്ട. അപ്പോൾ അത് നേരെ എങ്ങോട്ട് പോകും? ഈ സെൻട്രൽ ന്യൂക്ലിയസിലോട്ട് പോകും, ഹൈപ്പോതലാമസിലേക്ക് പോവും. അവിടെ നിന്ന് അത് അനലൈസ് ചെയ്യും. ഈ സിറ്റുവേഷനിൽ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മുടെ ഈ ഹൈപ്പോതലാമസും അവിടുത്തെ ബ്രെയിൻ സെൻറ്റേഴ്സ് അനലൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ ഗ്രന്ഥികളിലേക്ക് സിഗ്നൽസ് പോകും. അങ്ങനെ സിഗ്നൽ പാത്ത് വേസ് ഉണ്ട്, ഹൈവേസ് ആണത്, ഇലക്ട്രിക് പാത്വേസ്. അപ്പോൾ ഈ പാത്ത് വേസിൽ കൂടെയാണ് ഈ ഗ്രന്ഥികളിൽ ഇൻഫർമേഷൻ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ആ ഗ്രന്ഥികൾ ഹോർമോൺസോ എൻസൈംസോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുവഴി നമ്മുടെ മറ്റ് അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂസ് സൈക്കിളാണ്. അപ്പോൾ ഇതിന് വേണ്ട ഫീഡ്ബാക്കുകൾ വരും. ഇത് മതി, ഇത്ര മതി, ഇത്ര വേണം. ഇതിൻ്റെ ഈ ബാലൻസ് കീപ്പ് ചെയ്യാൻ ഫീഡ്ബാക്ക് മെക്കാനിസവും ഉണ്ട്. ഇതെല്ലാം ഈ ഇലക്ട്രിക് പാത്ത് വേയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സർക്കേഡിയൻ റിതം തെറ്റിച്ച് ജീവിച്ചാൽ, സർക്കേഡിയൻ എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ്റെ ചംക്രമണം അനുസരിച്ചാണ് നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഗ്രന്ഥികൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മനഃപൂർവ്വം തെറ്റിക്കുകയാണെങ്കിൽ ആ നോർമലായിട്ട് നമ്മൾ ജനിച്ച് മുതൽ ജീവിച്ച് വന്ന ആ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ഹൈവേ, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് പാസ് ചെയ്യുന്ന ആ പാത്ത് വേസ് അത് തെറ്റും. വേറൊരു തെറ്റായ ഒരു പാത്ത് വേ ഉണ്ടാവും. ആ പാത്ത് വേയിൽ കൂടെ ഈ സിഗ്നൽസ് പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് അല്ലെന്നുണ്ടെങ്കിൽ എൻസൈംസ് ഉണ്ടാകും. ആവശ്യമുള്ള സമയത്ത് ആവശ്യം ഉള്ള വസ്തുക്കൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ക്രമേണ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും അത് നമ്മുടെ ജീൻസിനെ വരെ ജീൻ ക്ലോക്കിനെ വരെ ബാധിക്കുകയും ചെയ്യും. ഇതുവഴിയാണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ചോദിക്കാം, നമ്മൾ ആ സർക്കേഡിയൻ റിതം അനുസരിച്ച് ജീവിച്ചാൽ അതിന് മാറ്റം വരുമല്ലോ. അപ്പോൾ പിന്നെ മരുന്നിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഈ പാത്ത് വേസിനെ മാറ്റാനല്ല. ഈ പാത്ത് വേസിൻ്റെ തെറ്റായ ആ ഒരു ഇമ്പൾസസിൻ്റെ ആ പാസേജ് കാരണം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന കുഴപ്പങ്ങൾ അതിനെ എങ്ങനെയെങ്കിലും ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല.
പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഹെൽത്തി ട്രാക്കിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മുടെ ആ ഇമ്പൾസസിനെ അല്ലെങ്കിൽ ആ സിഗ്നൽസിനെ ഹെൽത്തി ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഈ പറഞ്ഞ പോലെ സർക്കേഡിയൻ റിതമിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഹെൽത്തി ഹൈവേ നമുക്ക് തുറന്നെടുക്കാൻ പറ്റും. പക്ഷേ അത് 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. കാരണം ഇത് ഈ ഹെൽത്തി ഹൈവേ ബ്ലോക്കായി നശിച്ചു പോകാൻ ഒരുപാട് മാസങ്ങളും വർഷങ്ങളും എടുത്തു. അപ്പോൾ അതേപോലെ തന്നെ അത് തിരിച്ച് റിപ്പയർ ചെയ്ത് എടുക്കാനും സമയമെടുക്കും. അപ്പോൾ അതിന് നോർമലായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 90 ഡേയ്സാണ്. ആ 90 ഡേയ്സിൽ ഒരു സിഗ്നൽ പോലും തെറ്റാതെ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ഈ വരുന്ന പറഞ്ഞ അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഈവൻ ആ ജനറ്റിക്കലി വന്ന ജീൻ ക്ലോക്കിൽ വന്ന ചേഞ്ചസ് പോലും നമുക്ക് ഇതിലൂടെ മാസ്ക് ചെയ്ത് എടുക്കാൻ കഴിയും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഡയബറ്റീസ് റിവേഴ്സൽ ആവട്ടെ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് റിവേഴ്സൽ ആവട്ടെ, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് റിവേഴ്സൽ ആവട്ടെ, ഇതെല്ലാം പോസിബിൾ ആവണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ പാത്വേ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ മനസ്സും ബോധവുമുള്ളവർക്ക് മാത്രമേ ഈ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. 90 ഡേയ്സ് എന്ന് പറയുന്നത് ഒന്നുമല്ല. ഒരാൾ 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ 80 വയസ്സ് വരെയുള്ള ആയുസ്സുള്ള ഒരാൾക്ക് ഒരു 90 ഡേയ്സ് അയാളുടെ ജീവിതത്തിൽ ഒരു 40 വയസ്സുള്ളപ്പോഴോ അല്ലെങ്കിൽ 50 വയസ്സുള്ളപ്പോഴോ ഒരു 90 ഡേയ്സ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നിസ്സാരമാണ്. അപ്പോൾ ഒന്നുകൂടി ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലൈഫ് ലോങ് മെഡിക്കേഷൻസിൽ നിന്ന് രക്ഷ നേടണം. ഈ കോംപ്ലിക്കേഷൻ്റെ പുറത്തുള്ള കോംപ്ലിക്കേഷൻസ് വന്ന് നിങ്ങൾ ഒരു വളരെ നിങ്ങളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ ഷ്രിങ്ക് ചെയ്യണം. നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് ക്രിപ്പിൾഡായി നിങ്ങളൊരു മുറിക്കകത്തേക്ക് ഒതുങ്ങണം. അതോ ജീവിത അവസാനം വരെ ഹാപ്പിയായി നല്ല ഫ്രീഡത്തോടു കൂടി മെഡിസിൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ആരോഗ്യത്തോടു കൂടി കഴിയണം. അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കും, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ വെറും 90 ഡേയ്സ് കൊണ്ട് ഈ പറഞ്ഞ സിഗ്നൽ പാത്വേസ് മാറ്റിയെടുക്കാൻ കഴിയും. അതാണ് നമ്മളിവിടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഡയബറ്റീസ് റിവേഴ്സലിന് വരുന്ന ആൾക്കാർക്ക് ഡയബറ്റീസ് മാറുന്നത്. അതിന് തയ്യാറല്ലാത്തവർ മരുന്നുകൾ തുടരുക, മരുന്ന് നിർത്തിയുള്ള സാഹസത്തിന് മുതിരരുത്. കാരണം ജീവൻ പെട്ടെന്ന് നഷ്ടപ്പെടും. മരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ജീവിതം മുന്നോട്ട് പോകും. അതല്ല, ആരോഗ്യത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കണമെന്ന് ഉറച്ച മനസ്സുള്ളവർ മാത്രമേ ഈ റിവേഴ്സൽ പ്രോഗ്രാമുകളിൽ വന്ന് ചേരാവൂ. അങ്ങനെയുള്ളവർക്ക് ഒരു 90 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റായിട്ട് ഫ്രീഡം കിട്ടും. ഇത് ഒന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഈ രണ്ടാമത്തെ പാർട്ട് ഞാൻ ചെയ്തത്. താങ്ക് യു.